ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിവ്യൻ ബൈ ദിവ്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസും ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അതുപോലെ ഇവിടെ സോസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബീൻസ് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് തലേന്ന് വേവിച്ച് വെച്ച റൈസാണ്. ഇങ്ങനെ നമ്മൾ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിനൊക്കെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും. ഞാൻ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.